പറയൂ. ഞാനിപ്പം MPA കഴിഞ്ഞിട്ടിരിക്കുകയാണ്. MPA സ്പോർട്സ് മാനേജ്മെന്റ് ആണ് ചെയ്തത്. ചെന്നൈ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞതാണ്. ഇപ്പൊ PhD ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, പക്ഷെ ഒരു ഐഡിയ ആയിട്ടില്ല. ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഗ്രാജുവേഷൻ എന്താ പഠിച്ചേ? ഗ്രാജുവേഷൻ BA ഹിസ്റ്ററി ആയിരുന്നു. എവിടെ? പ്രോവിഡൻസ് കോളേജ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ വന്നിട്ടുള്ള സ്ഥലമാണ് പ്രോവിഡൻസ് കോളേജ്. ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടർ ആയിരുന്നു. പ്രോവിഡൻസ് കോളേജിൽ 2020 പാസ് ഔട്ട് ആണ് UG. ഓക്കെ. 2020 പാസ് ഔട്ട് ആയിട്ട് പിന്നെ ആ ഇയർ തന്നെ ജോയിൻ ചെയ്ത് MBA. ഏതാ സ്പോർട്സ് കയ്യില് ഉള്ളത്? ഞാൻ മിക്സ്ഡ് മാർഷൽ ആർട്സ് ആണ്. എന്തൊക്കെയാണ്? ബോക്സിംഗ് ആണ് ബേസിക്. 7th ഓൺവേർഡ്സ് ബോക്സിംഗ് ആ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ മിക്സ് മാർഷൽ ആർട്സിൽ MMA ചേഞ്ച് ആയി. യൂണിവേഴ്സിറ്റി ഗെയിംസ് ഒക്കെ ബോക്സിംഗും ഊഷുമാണ് കളിച്ചത്. എവിടെയാ PhD ചെയ്യാൻ പ്ലാൻ? ഇന്ത്യയിലാണോ വെളിയിലാണോ? ഇപ്പം ഇന്ത്യയിൽ ഞാൻ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ ഗൈഡ്സ് ഉണ്ട്. എനിക്ക് പുറത്തു പോകാനും ഇഷ്ടമാണ്. അപ്പൊ പുറത്തേക്ക് ഡയറക്റ്റ് PhD എൻട്രി ഇല്ല എന്നൊക്കെ കേട്ടതുകൊണ്ട്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിലുള്ള ഗൈഡിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജൂണിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ജൂണിലാണ് അവിടെ എൻട്രൻസ് എക്സാം വരുന്നത്. അവര് ഫെലോഷിപ്പ് തരുമോ അല്ല UGC നെറ്റ് CSIR പാസ് ആണോ? ഫെലോഷിപ്പ് അവിടെ ഫുൾ ടൈം PhD ആണെങ്കിൽ മാത്രം കിട്ടുള്ളൂ, അല്ലാതെ ഇല്ല. അപ്പൊ യൂണിവേഴ്സിറ്റി ഫെലോഷിപ്പ് എന്ന് പറയുന്നത് UGC നെറ്റിന് ഇക്വലന്റ് ആവില്ല. അവരുടെ ഒരു മിനിമം സാധനം തരുള്ളൂ. UGC നെറ്റ് എഴുതിയോ? ഇല്ല, എഴുതിയിട്ടില്ല. അത് എഴുതുന്നുണ്ട്. അപ്പൊ അതിന്റെ പേപ്പർ 1 ഒക്കെ പ്രാക്ടീസ് ആയോ? പേപ്പർ 1 ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് യൂട്യൂബിലൊക്കെ നോക്കി പഠിക്കുന്നുണ്ട്. ലോജിക്കൽ റീസണിങ്, അനലിറ്റിക്കൽ സ്കിൽ, മാത്തമാറ്റിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, അതൊക്കെ ഇല്ലേ? GK. ഓക്കെ. അതിലെന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക് സംശയം ഉണ്ടോ ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. കുറെ കാലം മുമ്പ് തുടങ്ങിയതാണ് അതൊക്കെ. പിന്നെ പേപ്പർ 1 ആണ് ഐഡിയ ഇല്ലാത്ത. പേപ്പർ 2 മാനേജ്മെന്റ് പാർട്ട് കുറച്ചും കൂടി സ്പോർട്സ് മാനേജ്മെന്റ് സ്പെസിഫൈ ചെയ്തിട്ട് എക്സാം ഇല്ലാത്തതുകൊണ്ട് മാനേജ്മെന്റേ ഉള്ളൂ. അപ്പം ആ ഒരു ടോപ്പിക് ഓക്കെയാണ്. പേപ്പർ 1 കുറച്ചും കൂടി. പേപ്പർ 1 കേരളത്തിൽ എല്ലാവരും തോറ്റിട്ടുള്ള വർഷമൊക്കെ ഉണ്ട് പണ്ട്. ഹ്യൂമാനിറ്റീസിൽ ബേസിക്കലി, സയൻസിലൊക്കെ പാസ്സാവും. ബാക്കിയെല്ലാം നോൺ സയൻസ് സ്ട്രീമില് they all find it very difficult. English comprehension ഒക്കെ how are you? ഓക്കെയാണ്, അതൊന്നും ഓക്കെയാണ്. എനിക്ക് പോവല് മാത്സ് ഇരിക്കണം. സ്കൂളിൽ എവിടെയാ പഠിച്ച മോള്? ഞാൻ സെന്റ് വിൻസെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പഠിച്ചത്. പിന്നെ PVS വീട്ടിന്റെ അടുത്ത് 8th 9th 10th. PVS എന്താ? PV സ്വാമി ഹയർ സെക്കൻഡറി സ്കൂൾ. ഓക്കെ. അതെവിടെയാ? അത് കോഴിക്കോട് തന്നെ എരഞ്ഞിക്കൽ എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ഓക്കെ. അപ്പൊ എബ്രോഡ് പോണെങ്കിൽ ആദ്യം GRE പാസ്സാവും. GRE is a bit tougher one. അതില് മിക്കവാറും എല്ലായിടത്തും MS പോകുന്ന സമയത്ത് നല്ല ടോപ്പായിട്ട് GRE സ്കോറൊക്കെ കിട്ടുമ്പോഴാണ് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കിട്ടുക. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പണ്ടൊക്കെ ടോഫലായിരുന്നു, ഇപ്പോൾ IELTS ആണ്. IELTS എഴുതിയിട്ടൊരു 8 സ്കോറൊക്കെ കിട്ടുകയാണെങ്കിൽ ദേ വിൽ കൺസിഡർ യു ഫോർ എ ഫെലോഷിപ്പും അതൊക്കെ കിട്ടും. അതല്ലെങ്കിൽ ഇപ്പോൾ എക്സ്പെൻസീവ് ആവും. പിന്നെ അത്ര കോമൺ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് പലയിടത്തും ഗൈഡിനെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ജൂനിയറാണോ സീനിയറാണോ കൊളീഗാണോ എന്നറിയില്ല, he was with സ്പോർട്സ് മാനേജ്മെന്റ്. അയാള് എയർ ഇന്ത്യയുടെ GM ആണിപ്പോൾ, ദ സീനിയർ മോസ്റ്റ്. ക്രിക്കറ്റ് ടീമൊക്കെ അയാളുടെ കീഴിലാണ് പണ്ട്, കുറെ കൊല്ലങ്ങളായിട്ട്, 10-15 കൊല്ലമായിട്ട് അയാളുടെ കീഴിലാണ്. അപ്പോൾ ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ത്യയിലെ നാഷണൽ യൂണിവേഴ്സിറ്റികളിലും നാഷണൽ സെന്റേഴ്സിലും പോവുകയാണെങ്കിൽ എബ്രോഡിൽ പോയിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത്. കാരണം വെച്ചാൽ ഈ സ്പോർട്സ് ഫീൽഡ് എന്ന് പറയുന്നത് ഒന്ന് കോണ്ടാക്ട്സും കണക്ഷൻസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺസ് യു ആർ അവേ ഫോർ 5 years കമ്മിങ് ബാക്ക് ടു ഇന്ത്യ, അൺലെസ് യു ഡിസൈഡ് ടു സെറ്റിൽ ഇൻ ദറ്റ് കൺട്രി. അങ്ങനെയാണെങ്കിൽ ഓസ്ട്രേലിയ, UK, യൂറോപ്പ്, കാനഡ, US ഇതാണ് ഏറ്റവും നല്ല രാജ്യങ്ങളായിട്ട് നമ്മൾ കാണും. അപ്പോൾ അത് പാരലലി യു കീപ്
ഇപ്പം ഓപ്ഷൻ മുമ്പിലുള്ളത് ഡോണ്ട് ലീവ് ഇറ്റ്. കാരണം ഈ സാധാരണ കോഴ്സ് പോലെ ഒരു കമ്പൽസറി ഫുൾ ടൈം എന്ന് പറഞ്ഞാലും ഇറ്റ് ഈസ് നോട്ട് എ ഫുൾ ടൈം. ഇറ്റ്സ് ദ ടൈം ഈസ് അറ്റ് യുവർ ഡിസ്പോസൽ. സോ ബെസ്റ്റ് തിങ് ഈസ് ജോയിൻ ഫോർ എ PhD നൗ. Prepare. So, which one is better, part-time or full-time? No. See, once you are decided that you want to do PhD, ഇപ്പൊ ജോബ് ഓപ്ഷൻ ഒന്നും ഇല്ലല്ലോ കയ്യില്. സർ ഞാനിപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ ദേവഗിരി കോളേജ്, സെന്റ് ജോസഫ് ദേവഗിരിയില് ബിസിനസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റില്. ഞാൻ പഠിച്ച കോളേജാ മോളെ അതൊക്കെ. ഐ വാസ് എ ഓൾഡ് സ്റ്റുഡന്റ്. ഞാൻ ദേവഗിരി 1989 ഒക്കെ. അവിടുത്തെ പഴയ പ്രിൻസിപ്പൽ ജോസ് ജോൺ വാസ് മൈ ക്ലാസ്മേറ്റ് ഫ്രം 8th grade onwards. ഞാൻ കണ്ണൂരാ. കോഴിക്കോട് ദേവഗിരി കോളേജിലാണ് ഞാൻ മാസ്റ്റേഴ്സ് തുടങ്ങിയതൊക്കെ. സി ദാറ്റ്സ് ഓൺലി ആ കിട്ടുന്ന കാശ് തന്നെ PhDക്ക് പിന്നെ കിട്ടും. ആൻഡ് യു ആർ നോട്ട് ഗോയിങ് ടു ഇംപ്രൂവ് ഇൻ ദ സാലറി ഈവൺ ഇഫ് യു വർക്ക് ഫോർ 10 years. അണ്ടർസ്റ്റുഡ്? സോ ടീച്ചിങ് MBA ഒരു കോളേജിൽ ഐ ആം എ MBA പ്രൊഫസർ. Okay. Specialize which subjects, sir? I am in HR, knowledge management. But that's not my job. I don't know whether you have seen my biodata. Yes. I've seen your videos and all. ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിന്റെ. MBA പ്രൊഫസർ ആയിരുന്നു. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു കുറെ കാലം. That doesn't pay. കാരണം unless you have a PhD and experience, people don't pay because there are plenty of MBAs around. Understood? Unless you are too good and too demanding ആയിട്ടുള്ളൊരു പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഇഫ് യു ഡോണ്ട് സ്റ്റാർട്ട് നൗ പ്രോബബ്ലി യു മിസ് ദ ചാൻസ്. കാരണം ടീച്ചിങ്ങിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ ഡേ ടു ഡേ അഫെയറും ആക്ടിവിറ്റി ഒക്കെ പോകും. പിന്നെ ദ ആസ്പിറേഷൻ ഫോർ PhD വിൽ ഗോ. ഓക്കെ, അപ്പോൾ പറ്റുകയാണെങ്കിൽ ഇഫ് യു ഗെറ്റ് സം ഫെലോഷിപ്പ്, university fellowship will be too low, but it's much better than probably salary. Understood? കാരണം യുവർ ട്രാവൽ, ബാക്കി എക്സ്പെൻസസും ഇതൊക്കെ മിനിമം ഉണ്ടാവുള്ളൂ വെൻ യു ജോയിൻ എ ഹോസ്റ്റൽ ആൻഡ് ദെൻ ഡു PhD, റൈറ്റ്? ഫുൾ ടൈം ആവുമ്പോൾ. പിന്നെ ആ സമയത്ത് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ യു പ്രിപ്പയർ ഫോർ IELTS, പ്രിപ്പയർ ഫോർ GRE. നോബഡി ക്യാൻ സ്റ്റോപ്പ് യു. ഇതൊക്കെ പാരലലി ചെയ്യാം. And even if you don't go for PhD, all these will become credentials for you. അങ്ങനെ you get some 1 year abroad പോയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, PhD കൂടെ ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് സ്കീംസ് ഒക്കെ ഉണ്ട്. They're all high fellowships sometimes. Prestigious ആണ്. ഓക്കെ, അത് കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് how many extra courses you have done so far? After MBA, I didn't do anything. See, ഇപ്പൊ പോയത് പോയി. ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പോർട്സ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 10 സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കുക. എബ്രോഡ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി, നോ പ്രൈവറ്റ് ജോബ്സ്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കമ്പനീൻ്റെയും അവരിവിടെ ഒന്നുമല്ല. അത് യൂണിവേഴ്സിറ്റി ലെവലിൽ USA, ഓസ്ട്രേലിയ, ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളുടെ ഒരു 10-20 രജിസ്റ്റർ ചെയ്യാം. എവറിഥിങ് ഫ്രീ ഓൺലി. കാശ് മേടിക്കുന്ന ഒന്നിനും രജിസ്റ്റർ ചെയ്യണ്ട. കാരണം ദർ ആർ പ്ലെന്റി ഓഫ് ഫ്രീ പ്രോഗ്രാംസ് അവൈലബിൾ. ഓക്കെ, അത് ചെയ്തുകൊണ്ടിരിക്കുക. സോ യു വിൽ ഹാവ് ലോട്ട് ഓഫ് സർട്ടിഫിക്കറ്റ്സ് വിത്ത് യു. അത് കംപ്ലീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല. ഇൻ കേസ് സംബഡി ഡിമാൻഡ്സ് മണി ഫോർ ഗിവിങ് എ സർട്ടിഫിക്കറ്റ്, കംപ്ലീറ്റ് ചെയ്തവരെയുള്ള റെക്കോർഡ് സൂക്ഷിക്കുക. സേ ദാറ്റ് ഐ ഹാവ് കംപ്ലീറ്റഡ്, ഐ കുഡന്റ് പേ, സോ ഐ കുഡന്റ്. ആൻഡ് ഇഫ് ദർ ഇസ് എ communication possible, you say that no, I don't have money. Sometimes they will just waive it off. Because they are not running for profit, they are running for marketing. അതുപോലെ കുറേ യൂണിവേഴ്സിറ്റികളുടെ അടുത്ത ഒരു വർഷമാകുമ്പോഴത്തേക്കും യു ഷുഡ് ഹാവ് 200 സർട്ടിഫിക്കറ്റ്സ്. ഇറ്റ്സ് ഈസിലി പോസിബിൾ. റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സബ്ജക്ട്സ്. ഇത് ആവും വലിയൊരു ക്രെഡിറ്റ്. പിന്നെ PhDക്ക് കോൺഫറൻസുകളും പ്രൊസീഡിങ് ഇതൊക്കെ ചെയ്യുന്നത് ടു കീപ് കമ്മ്യൂണിക്കേഷൻ വിത്ത് പീപ്പിൾ ഇൻ സിമിലർ ഏരിയ. അത് ലോകത്തിൽ എവിടെയായാലും കോണ്ടാക്ട്സ് ഒക്കെയാണ് ടു ഗെറ്റ് യു എ ജോബ്. ഇപ്പോൾ UGC നെറ്റ്
JRF കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് മച്ച് ബെറ്റർ. അത് മാനേജ്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എഴുതാൻ പറ്റില്ലല്ലോ, ബിക്കോസ് യുവർ ബേസിക് ഡിഗ്രി ഈസ് നോട്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോൾ സാധാരണ പറ്റിയ BPEd MBEdകാരെയാണ് സ്പോർട്സിൽ വരുമ്പോൾ അവർ പ്രിഫർ ചെയ്യുക. യു ആർ ഓൺലി എൻ MBA, നോട്ട് എ സ്പോർട്സ് പേഴ്സൺ ആണെങ്കിലും യു ഡോണ്ട് ഹാവ് എ ബേസിക് ഡിഗ്രി. ഇപ്പോൾ BPEdും MBEdും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദർ ആർ സം ലൂപ്പ് ഹോൾസ്. ചില സ്ഥലത്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്തിരുന്ന അവിടെ സ്പോർട്സ് കോളേജിലാണോ? സ്പോർട്സ് യൂണിവേഴ്സിറ്റിയാണ്. അവിടെ MBEdൽ കമ്പൽസറി ആണോ അറ്റൻഡൻസ് ഒക്കെ? BPEd കമ്പൽസറി ആണ്. BPEdും കമ്പൽസറിയാണ്. നോർത്തിലൊക്കെ അതെ ആണ്. ചില സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇറ്റ് ഓൾ മാനേജബിൾ. പക്ഷെ അത് ഇറ്റ് ടേക്സ് എ ലോങ്ങർ റൂട്ട്. ആ ഒരു പോസിബിലിറ്റി പോയി, നഷ്ടപ്പെട്ടു. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് വൈ ഡു യു വാണ്ട് ടു ഡു എ PhD? സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്നിട്ട് സംഭവമുണ്ട്. ഇപ്പം നിങ്ങൾ LNIPയിലോ NSUയിലോ IIMസിലോ ഒക്കെ ആണെങ്കിൽ നോബഡി വിൽ ആസ്ക് യു ദാറ്റ്. ക്വാളിഫിക്കേഷൻ ഉണ്ടോ, നെറ്റ് ഉണ്ടോ, UGC ഉണ്ടോ എന്നൊക്കെ ചോദിക്കുള്ളൂ. എബ്രോഡിലൊക്കെ ആദ്യം ചോദിക്കിയതാണ്. അത് അവർ ചോദിക്കോ ഇല്ലയോ എന്നുള്ളതല്ല. യു മസ്റ്റ് റൈറ്റ് ഇറ്റ് ക്ലിയർലി ആൻഡ് ദെൻ ഫ്രെയിം ഇറ്റ് ആൻഡ് കീപ് ഇറ്റ്. ദിസ് ഈസ് വൈ ഐ വാണ്ടഡ് ടു ഡു എ PhD. ആ ഒരു കൺഫർമേഷൻ സ്വന്തം ഉണ്ടാവുമ്പോഴേ ആ ഒരു പുഷ് ഉണ്ടാവും. ഇപ്പൊ 2023 May 15th ആണ് നമ്മൾ സംസാരിക്കുന്നത്. 2025. So maybe I must know by 2027, next 2 years, where do you place yourself? Okay. By next 2029, where do you place yourself? ഇത് ഒരു ലൈഫ് കർവ് പോലെ എഴുതി വെക്കണം. നമ്മൾ ഏതെങ്കിലും MBA ഒക്കെ പഠിക്കുമ്പോൾ പ്രോജക്ട് പ്ലാനിങ് പഠിക്കുമല്ലോ. So your life plan should be there, like a project plan. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോജക്റ്റ് ലൈഫാണ്. ബട്ട് നോബഡി പ്ലാൻസ് ലൈക്ക് ദിസ്. പക്ഷെ ഞാൻ മെൻറ്റർ ചെയ്യുന്ന എല്ലാവരെയും കമ്പൽസറി ഐ ആസ്ക് ദം ടു ഡ്രോ. അതിപ്പോൾ റീഷെഡ്യൂളൊക്കെ ചെയ്യേണ്ടി വരും. മെറ്റീരിയൽ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ പ്രോജക്റ്റ് ഒക്കെ ഡിലേ ആവും. അതുപോലെ പലതും നടക്കില്ല ചിലപ്പോൾ. ഇപ്പം നമ്മൾ GRE പാസ്സായില്ല, IELTS പാസ്സായില്ല, വാട്ട് ടു ഡു? ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C. ഡ്രോ എ ഗ്രാഫ് and send it to me so that I am clear what is that path you wanted to take, right? Interview skillum research proposalum ഒക്കെ ഉണ്ടാവും. Somebody will take in India, come we will work something, എന്തെങ്കിലുമൊക്കെ തരികട എഴുതും. But that's not good enough. You should have idea. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കുറേ ജേർണൽ റെഫർ ചെയ്യണം. ഈ എക്സ്ട്രാ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ യു വിൽ ഗെറ്റ്. ഇറ്റ്സ് നോട്ട് ദറ്റ് ഇന്ന് കാണുന്ന May 15th 2025 കാണുന്ന നൈപുണ്യ എന്നല്ലേ പേര്? നൈപുണ്യ വിൽ നോട്ട് ബി ആഫ്റ്റർ 3 months. After 6 months you must be able to tell me that what I have to learn from നൈപുണ്യ. Understood? Yes. GREയും IELTSഉം ഒക്കെ ഉണ്ടായിക്കോട്ടെ. എൻ്റെ വിവരം എന്നൊക്കെ പറയുന്നത് എൻ്റെ പിള്ളേരെന്നെ പഠിപ്പിക്കുന്നതാണ്. മനസ്സിലായോ? Because I don't go to different countries, but my students are there throughout the world. They give a lot of experience. ജർമ്മനിയിലുള്ളവരും ഇറ്റലിയിലുള്ളവരും അമേരിക്കയിലുള്ളവരും കാനഡ, സ്വിറ്റ്സർലാൻഡ്. ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് രാജ്യം ഏതാ? US. Wrong. അപ്പം നമ്മൾ എപ്പോഴും ജനറൽ നോളജും ഇത്തരം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം കയ്യിൽ. കാരണം റിസർച്ചറുടെ ഏറ്റവും വലിയ ഗുണം എന്താ വെച്ചാൽ യു മസ്റ്റ് ഹാവ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുമ്പോഴാണ് PhD കിട്ടുക. സോ യു ഡോണ്ട് ഹാവ് ക്വസ്റ്റ്യൻസ് ആൻഡ് സംബഡി ഗിവ്സ് യു ക്വസ്റ്റ്യൻ, സംബഡി ആസ്ക് യു ടു ഡു ഓൺ ദാറ്റ്, പാഷൻ ഈസ് നോട്ട് ദെയർ. മനസ്സിലായോ? ഇതൊക്കെ ഇത്തരം കുറേ ചോദ്യങ്ങൾ ഉണ്ടാവണം. വൈ ഷുഡ് ഐ ഗോ ടു ദറ്റ് കൺട്രി? US ആണ് എല്ലാവരുടെയും ഓപ്ഷൻ. Is it because it's the richest country? Do you think everybody is rich there? There are no beggars there. There are beggars. Richest people are there, the poorest people are also there. India also have got richest and the poorest. Richest is always Indian richer people are much better off than a American rich fellow. A rich country എന്ന് പറയുന്നത് what are the criteria? You're an MBA, you must know, right? GDP, per capita income. അതൊക്കെ നോക്കിയിട്ട് അതിനകത്ത് ഹൗ ഡു ദേ പോസ്റ്റ് ഇറ്റ്
വിച്ച് ആർ ദ കൺട്രി ഹു ആർ എയിമിങ് ഫോർ ദാറ്റ്. ആ രാജ്യത്ത് പോകുമ്പോഴൊക്കെയല്ലേ നമുക്ക് ഗുണമുള്ളത്. അപ്പോൾ അതല്ല നമ്മുടെ ഓപ്ഷൻ. നമ്മുടെ ഓപ്ഷൻ ഈസ് എഡ്യൂക്കേഷനലി ഹൗ ഡു വി മേക്ക് അവർ, നോട്ട് ദറ്റ് റിച്ചസ്റ്റ് കൺട്രി ഈസ് മൈ എയിം. അപ്പോൾ കനഡയിൽ പോകുന്ന സമയത്ത് വാട്ട് ആർ ദ ഓപ്ഷൻസ്? ഓസ്ട്രേലിയ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് വേർ ഇറ്റ്സ് നോട്ട് ദ റിച്ചസ്റ്റ് അഗൈൻ. റിസോഴ്സസ് ആർ നോട്ട് യൂസ്ഡ്, ദർ ആർ പ്ലെന്റി ഓഫ് ഫ്രീ ലാൻഡ്. ഓക്കെ, അപ്പം MBA എടുത്തു പോയി ബിക്കോസ് യു ആർ ഇൻ സ്പോർട്സ്, ദാറ്റ് ഡസൻ മീൻ യു വിൽ ഹാവ് ടു ഡു. ഗ്രാജുവേഷൻ പഠിച്ചത് എന്താണ്? BA history. BA ഹിസ്റ്ററി അല്ലേ? സോ യു നോ ഹിസ്റ്ററി മോർ ദാൻ എനിബഡി എൽസ്, റൈറ്റ്? No. See, I don't have that knowledge. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ കഴിഞ്ഞാലും ഈവൻ ആഫ്റ്റർ MBA യു വിൽ ഹാവ് ടു ഹണ്ട് ഫോർ എ ജോബ്. Even after PhD you will hunt for a job. So look at what are the options directly I can get into a job. Highly professional, highest paid, highest status ഉള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജോബ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ജോബ് ഏതാണ്? On business only we will have Job. Job. Doctor. You work with the richest. No, now you have no option. No, I am asking about you as an option. Doctor, it is not the government doctor. You have to become a doctor. Who is the richest in the country, or who is rich in Calicut? Who holds the largest revenue in the Calicut city, the district of Calicut? കാലിക്കറ്റിൽ ബിസിനസ്മാൻ ആണ് കൂടുതലുള്ളത്. പക്ഷെ ജോബ് വൈസ് എഞ്ചിനീയർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. Who is the revenue holding of the district? Revenue department. Who is the head of revenue department in the district? Collector. Naipunda teacher alle. Yes. You should keep that standard, right? Collector. Yes. IAS, civil service. Yes. A lot of options in the world. നിങ്ങൾ ഈ GRE, IELTS, ഗേറ്റ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു 40% 60% ആണെന്ന് വിചാരിക്കുക. Okay. അതിൻ്റെ ഡബിൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ പാസ് ത്രൂ. മനസ്സിലായോ? നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് വെച്ചാൽ 4 years 5 years യു ആർ ഡെഡിക്കേറ്റിംഗ് ഫോർ എ PhD. Again you have to hunt for a job. Understood? You are dedicated for 3 years 4 years continuous preparation for a civil service. You are into that, and that's a most prestigious job in the world, not even in India. Most toughest exam ആണ്. പക്ഷെ ഈ സ്റ്റാൻഡേർഡ് പോരാ. മനസ്സിലായോ? അപ്പം നമ്മൾ പലപ്പോഴും ഒരു പാത്ത് എടുക്കുന്ന സമയത്ത് യു തിങ്ക് അബൌട്ട് ഓൾ ദ ഓപ്ഷൻസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഒരു PhD ഓപ്ഷൻ ഉണ്ട്, MBA കഴിഞ്ഞു, PhD ഓപ്ഷൻ ഉണ്ട്, ഒരു ഗൈഡ് പറഞ്ഞു, അവിടെ പോണു. ആഫ്റ്റർ ദറ്റ് വാട്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡോണ്ട് റൈറ്റ് അപ് ടു 2029. 4 years PhD will come. Yes. I have people who have taken PhD in physics from Central University, who has got international publication, no job. For now, hunting for a job for last 3-4 years. Understood? Yes. Again, he is searching whether he should go abroad and then try something. ഇന്ത്യയിൽ PhD കഴിഞ്ഞാൽ abroad there is no value. എബ്രോഡിൽ PhD കഴിഞ്ഞാൽ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കും കോളേജിൽ പ്രൊഫസർ ആണെങ്കിൽ കമ്പാറ്റബിൾ ആണോ, വെദർ ദാറ്റ് യൂണിവേഴ്സിറ്റി ഈസ് റെക്കഗ്നൈസ്ഡ് ബൈ ഇന്ത്യ ഓർ നോട്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആദ്യം ഇക്വലൻസി സർട്ടിഫിക്കറ്റ് ചോദിക്കും. മനസ്സിലായോ? These are all stupid things actually. We are not going to change. അപ്പോൾ don't think that no, my background is not that, I learned history but I don't know history. I teach history as mathematics. ഒരു ഗ്രാഫിൽ ഒരു ചാർട്ടിൽ തരും ഫുൾ ഹിസ്റ്ററി. The whole world history is one Excel sheet with Dr. TPS. മനസ്സിലായോ? It's not that tough.
ബട്ട് യു ഷുഡ് ഹാവ് ദറ്റ് സ്റ്റാമിന, ഡിറ്റർമിനേഷൻ. അതുകൊണ്ടാണ് SOP എഴുതേണ്ടത്, സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്. വൈ ഡു ഐ വാണ്ട് ടു ഗോ ഫോർ PhD? അതെന്തോ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടല്ലേ എൻ്റെ അടുത്ത് വരുന്നത്. അതെ. ഇഫ് യു ആർ വെരി ഫേം, യു ആർ അക്കാഡമിക്കലി ടോട്ടലി ഡെഡിക്കേറ്റഡ്. ആദ്യം ഒരു MBA, ഞാനൊക്കെ MBA പോകുന്ന സമയത്ത് കുറേ ടീച്ചർമാരുണ്ട്, അവർ ഇതുവരെ പേപ്പർ പോലും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആവുന്നത്, എവറി ഫാക്കൽറ്റി ഐ മേഡ് ദം ടു പബ്ലിഷ് വൺ പേപ്പർ അറ്റ്ലീസ്റ്റ് 1 year. ഇറ്റ്സ് നോട്ട് ദാറ്റ് സിമ്പിൾ. ആ മോട്ടിവേഷൻ പോലും ഉണ്ടാവില്ല അവർക്ക്. ആ മോട്ടിവേഷൻ ഇല്ലാണ്ട് ഹൗ ഡു യു ഗെറ്റ് ഇൻ ടു ദ ഒരു ഗ്രൂവിൽ പെടില്ലല്ലോ. ഇപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി MBAയുടെ ഹെഡ് എൻ്റെ മരുമകനായിരുന്നു. ഹീ സ്റ്റഡീഡ് ഇൻ MBA കൊമേഴ്സ് MCOM ഡിപ്പാർട്ട്മെന്റ് ഇൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെന്റർ. നിങ്ങളെ ചേളാരിയിലാണ് താമസം, അടുത്ത കോഴിക്കോട്. ഞാൻ താമസിച്ച സ്ഥലമല്ലേ കോഴിക്കോട്. യൂണിവേഴ്സിറ്റി ഡയറക്ടർ നോ, സോ ഐ സ്റ്റേഡ് ഇൻ ചേളാരി, ആ സ്ഥലത്തൊക്കെ. അപ്പോൾ പലപ്പോഴും നമ്മുടെ നല്ല ബ്രില്യൻ്റ് ആയിരുന്നു, പക്ഷെ ആ സമയത്തൊക്കെ PhD എന്നൊക്കെ പറഞ്ഞു പോയി പ്രൊഫസറായി. ദാറ്റ്സ് ഇറ്റ്. ദർ ഈസ് നോ ഗ്രോത്ത് ബിയോണ്ട് ദാറ്റ്, റൈറ്റ്? അതുകൊണ്ട് തിങ്ക് ലിറ്റിൽ മോർ ഹയർ, ലിറ്റിൽ മോർ സീരിയസ്. റൈറ്റ് ഡൗൺ യുവർ ഓപ്ഷൻസ്, ഡ്രോ ദ ലൈഫ് പാത്ത്, ഡിസൈഡ് വേർ യു വാണ്ട് ടു റീച്ച്. ഇതായിരിക്കും നല്ലത്. അപ്പോൾ SOP എഴുതുക, ഇതൊക്കെ പാരലലി പോകണം. Decided you are going to do PhD, then that's one option. That anytime you can do it. Fine. പക്ഷേ ഇത് പ്രിപ്പറേഷൻ യു ഷുഡ് ഹാവ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് PSC എഴുതാന്ന് വിചാരിക്കുക, അഗൈൻ യു വിൽ ഹാവ് ടു പ്രിപ്പയർ, റൈറ്റ്? But decide what is that abroad എന്ന്, it's not a big problem. എവിടെയെങ്കിലൊക്കെ ഒരു തേർഡ് റേറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. A lot of people who goes from India to Europe, അവിടെ പോയി കഴിഞ്ഞാൽ എന്താ വെച്ചാൽ മിനിമം പേയ്മെന്റിൽ യു ക്യാൻ വർക്ക് പാരലലി. ആ കൊടുത്ത പൈസ ചിലപ്പം പാരലലി എവിടെയെങ്കിലും പാത്രം കഴിയിട്ടുണ്ടാക്കാൻ പറ്റും, പാർട്ട് ടൈം വർക്കൊക്കെ ആയിട്ട്. അമേരിക്ക ഈസ് വെരി സ്ട്രിക്റ്റ്. വൺസ് യു ഗെറ്റ് ഇൻ ടു ദാറ്റ് യു മസ്റ്റ് ബി ഫുൾ ടൈം ദർ, നോ പാർട്ട് ടൈം ജോബ്സ്. ഫെലോഷിപ്പ് കിട്ടിയാൽ കിട്ടും, അല്ലെങ്കിൽ ടീച്ചിങ് അസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. കാനഡ യു ക്യാൻ ഓൾവേസ് ഡു പാർട്ട് ടൈം ജോബ്സ്. ജർമ്മനി എവറിഥിങ് ഈസ് ഫ്രീ. So you can try Germany and then go there. But വല്ലാത്ത കാലാവസ്ഥയും ഏതോ ഒരു മുക്കിലും മൂലക്കൊക്കെ ആവും. I have students who are in Germany. പക്ഷേ അവിടെ നല്ല ഗ്രൂവിലൊക്കെ എത്തി ആ ഒരു ഇതിലൊക്കെ ഒരു ഫ്ലോയിലൊക്കെ പെട്ടിട്ടില്ലെങ്കിൽ യു ആർ അലോൺ. ആ ഒരു കമ്പനി ഒന്നും പെട്ടിട്ടില്ലെങ്കിൽ യു വിൽ ഫീൽ അപ്സെറ്റ്. അങ്ങനെയല്ല ഇപ്പോൾ, ഇറ്റ്സ് മോർ ഓപ്പൺ. ഇപ്പോൾ കുറേ കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് എക്സ്ട്രാ കോഴ്സ് ചെയ്യണമെന്ന് പറയുന്നത്. വൺസ് യു ഡു എക്സ്ട്രാ കോഴ്സ് ഫ്രീ, യു വിൽ നോ ഡിഫറെൻറ്റ് വേൾഡ്, ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസ്. പിന്നെ എനിക്ക് നൈപുണ്യം പറഞ്ഞു തരും, ഇന്ന യൂണിവേഴ്സിറ്റിയിലാണ് നല്ലത്, ഇന്ന യൂണിവേഴ്സിറ്റി ഇന്ന കോഴ്സ് ഉണ്ടെന്നൊക്കെ. സോ ഡു ദാറ്റ്. തിങ്ക് വെരി സീരിയസ്ലി. ഓപ്ഷൻ A, ഓപ്ഷൻ B, ഓപ്ഷൻ C. ജോബിന് പോകണോ? അതർവൈസ് യു ഹാവ് സ്പോർട്സ്, യു ഹാവ് എ ഗ്രാജുവേഷൻ, യു ഹാവ് മോസ്റ്റ്. യു ഡിഡ്ന്റ് ട്രൈ എനി സർവീസസ്? No. Why? See, the police is there, army is there, so many forces are there, right? You're not interested? No. See, എൻ്റെയൊക്കെ അടുത്ത റിലേറ്റീവിൻ്റെ മക്കളൊക്കെ ദർ ഓൾ ബ്രിഗേഡിയർ, ആ ലെവലിലേക്കുള്ള അവരുടെ മക്കളെ ട്രെയിൻ ചെയ്യുന്ന ട്രെയിനേഴ്സിനെ കണ്ടിട്ടുണ്ട് ഞാൻ. ഇപ്പോൾ ദർ ഓൾ സ്പോർട്സ്. ആ സ്പോർട്സ് ഉള്ളത് കൊണ്ട് ദേ ഗെറ്റ് എ അഡ്വാൻറ്റേജ്. And you are an officer. That's a job. Well, your interest is academics and civil life. It's entirely different. Asking that there are options available. ഞാൻ കമ്പൈൻഡ് ഡിഫൻസ് സർവീസസിൻ്റെ റോയിലായിരുന്നു. ഐ റിട്ടയർഡ് ഫ്രം റോ. മിലിറ്ററി ഇൻ്റലിജൻസിലായിരുന്നു. ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലാണ്. ദാറ്റ് വാസ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്. ക്യാബിനറ്റ് സെക്രട്ടറി എന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. ദാറ്റ്സ് എ ടോപ്പ് മോസ്റ്റ് IAS ഓഫീസ്. ഞാൻ ദേവേരി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ IAS ആയിരുന്നു എൻ്റെ മോഹം. സോ ആ ലൈബ്രറിയിൽ ഇരുന്ന് വായിക്കാറായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഐ ഷിഫ്റ്റ് ടു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഫോർ MSc മാത്തമാറ്റിക്സ്. So you did your graduation at there? I did my graduation in Payyanur College.
കെയിം ടു മാസ്റ്റേഴ്സ് ടാഗോർ ഹോസ്റ്റലിലാണ് താമസിച്ചത്. ടാഗോറി. കാനാട്ടച്ചൻ എന്ന് പറയുന്നതായിരുന്നു എൻ്റെ ഹോസ്റ്റൽ വാർഡൻ. അത് കഴിഞ്ഞിട്ട് വന്ന പ്രിൻസിപ്പൽമാരൊക്കെ എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടും എൻ്റെ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഐ വാസ് ഡയറക്ടർ, ദേവഗിരി പ്രിൻസിപ്പൽ വാസ് മൈ സ്റ്റുഡൻറ്റ് ലേറ്റർ. വയലിൽ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, പഴയ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ്. നല്ല ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, ഐ ലൈക്ക്ഡ് ഇറ്റ്. പക്ഷെ അത് കഴിഞ്ഞ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കിട്ടിയപ്പോൾ ഐ ഷിഫ്റ്റഡ്. ആ സമയത്ത് എനിക്ക് മോഹം സിവിൽ സർവീസ് ഒക്കെ ആയിരുന്നു, ബട്ട് ഐ ഡിഡ്. I became a scientist, then from there I went to cabinet secretariat. അപ്പോൾ ഈ പാത്തിൽ അല്ലാണ്ടും ഐ റീച്ച്ഡ് മച്ച് ഹയർ ദാൻ പ്രോബബ്ലി ഐ കുഡ് ഹവ് ഗോൺ ഇൻ ടു സിവിൽ സർവീസിൽ എത്തുന്നതിനേക്കാളും മുകളിലെത്തില്ലേ ആ സമയത്ത്. So we do lot of extra activities. Scientists എന്നൊക്കെ പറയുന്നത് we do lot of activities for the defense community. ആ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിലായിരുന്നു ഞാൻ. So that was a rare chance, probably rarest of the rarest chances. അക്കാഡമിക്സ് ആണ് എൻ്റെ ബേസിക് ഇൻട്രസ്റ്റ്. അപ്പോൾ ആര് വന്നാലും PhD ഒക്കെ ചെയ്യുന്ന പറയുമ്പോൾ ഐ ബി ഗെറ്റ് ത്രിൽഡ്. എൻ്റെ MBA അഗ്രികൾച്ചറിലൊക്കെ മാനേജ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൽ PhD എടുക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് 10 ദിവസം എൻ്റെ കൂടെ ഇരുന്നിട്ട് 5-8 കൊല്ലം വർക്ക് ചെയ്തിട്ടും 6 കൊല്ലം വർക്ക് ചെയ്തിട്ടൊക്കെ PhD എഴുതാൻ പറ്റാത്തവർ എൻ്റെ അടുത്ത് വന്ന് ഒരു 10 ദിവസം താമസിച്ചിട്ട് വി ഫിനിഷ് റൈറ്റിംഗ് the framework and then they go. അപ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. At any point of time writing a PhD, doing it, publishing, all that can be tuck can be done. ഇപ്പോൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എബ്രോഡിലൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ ലാംഗ്വേജ് സ്കിൽ ദേ ആർ വെരി സ്ട്രിക്റ്റ്. സോ അൺലെസ് യു ഹാവ് എ 7 or 8 IELTS സ്കോർ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. മാൻഡറ്ററി ആണ്. ഇൻ്റർവ്യൂവും റിസർച്ച് പ്രപ്പോസൽസ് ഒക്കെ ഡിപ്പെൻഡ്സ് ഓൺ ആരാണ് ഗൈഡ്, ഏത് യൂണിവേഴ്സിറ്റിയാണെന്നൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കുക. പല യൂണിവേഴ്സിറ്റികളിലും GRE വേവ് ചെയ്യാറുണ്ട്. പക്ഷേ നല്ല യൂണിവേഴ്സിറ്റികളിൽ ദേ കൺസിഡർ യു ആസ് ലിറ്റിൽ ഹയർ. ഇപ്പം നിങ്ങളെ യൂണിവേഴ്സിറ്റിയിൽ UGC നെറ്റില്ലെങ്കിലും ഫെലോഷിപ്പ് തരുന്ന പോലെയാണ്. That's like a state government paying some money to university, they are paying from that. Abroad അങ്ങനെയല്ല. Abroad every professor has to drag money from industry. From that they will pay to the candidates. It's like almost like a private activity. അപ്പം ഗൈഡ് നല്ല ഗൈഡും നല്ല സപ്പോർട്ടീവ് ഒക്കെ ആണെങ്കിൽ they want you to become great so that he gets more money, he gets more project. നിങ്ങൾ നന്നായിട്ട് ചെയ്താൽ he can make another project. അപ്പോൾ എബ്രോഡ് അത്ര സേഫ് ആണോ എന്ന് വെച്ചാൽ ടോക്കിംഗ് അബൌട്ട് ദ മണി. 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് assume that you are not able to complete a dish. പിന്നെ അത് വളരെ മൊബൈലായിട്ടുള്ള സ്ഥലം. ഇപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഒരാൾ പ്രൊഫസറായ ജീവിതാന്തം വരെ പ്രൊഫസറാണ്. അവിടെ അങ്ങനെയല്ലല്ലോ. See, they feel that most of the professors are not full timers. They work in some industry, do part time here teaching, and they take some students. പക്ഷെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും, സിൻസിയർ ആയിരിക്കും, ഓപ്പൺ ആയിരിക്കും. ബട്ട് നമ്മൾ ആ ഒരു പുഷ് കാണിച്ചില്ലെങ്കിൽ യു ഡോണ്ട് ഗെറ്റ് ദറ്റ് പുഷ് ഫ്രം യു. പുഷ് കാണിച്ചിട്ട് ദേ ആർ വെരി ഗുഡ്. മോസ്റ്റ് ഓഫ് US ആണെങ്കിൽ റെക്കമെൻഡേഷനിൽ മാത്രമേ ജോലി കിട്ടൂ. So if you are under a good professor, you get a job. If you are not under a good professor, you don't get a job. ഇന്ന് വാരിക്കെട്ടിട്ട് നാളെ പോകണമെന്ന് പറഞ്ഞാൽ you will have to go. That's it. ഇതൊക്കെ റിസ്ക്കിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് where to go, how to go, ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം സ്റ്റഡീസും പാത്തും ഒക്കെ എടുക്കാൻ. ലൈഫ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എഡ്യൂക്കേഷനും പ്രൊഫഷനും കരിയറും ഒക്കെ സെക്കൻഡറിയാണ്. See, I have got a lot of people in sports from my life, family. നാഷണൽ റെഫറീസ് വോളിബോളൊക്കെ എൻ്റെ ബ്രദറും അമ്മാവനും ഒക്കെ. വോളിബോളിൻ്റെ സ്ഥലമല്ലേ, ജിമ്മി ജോർജിൻ്റെ നാട്ടിലെ. ഓക്കെ, ഞാനും MPEd നടക്കുന്ന കുട്ടികൾ, പിന്നെ കൊച്ചിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ റിഫ്രഷ് കോഴ്സ് നടത്തിയിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു. മോഹനോ ആരാണെന്ന് തോന്നുന്നു അവിടെ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ അന്ന് പ്രൊഫസറായിട്ട്. ഇപ്പം അക്കാഡമിക് ആണ് താല്പര്യമെങ്കിൽ യെസ്,
it's good, but you are not a BPEd and MBEd will have a problem to appoint you in a physical education department. കേരള UGCന്റെ സ്കെയിലിൽ അതാണ് എപ്പോഴും. പിന്നെ ഓപ്ഷൻ ഈസ് ഓൺലി സാധാരണ MBA ഡിപ്പാർട്ട്മെന്റ്. They will only look at whether you are in marketing, finance, HR. ആരും ചെയ്യാറില്ല. ഞാൻ ഫ്രാക്ടൽസ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ TPS അടിച്ചു നോക്കണം. ഫ്രാക്ടൽസ് പോസിബിൾ ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് ഓഫ് മാനേജ്മെന്റ്, ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും 1 മണിക്കൂർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ടെക്നോളജി മാനേജ്മെന്റ്, പിന്നെ പ്രോജക്റ്റ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ അനലറ്റിക്സ്, പ്രിഡിക്ഷൻസ്, ഇതൊക്കെ MBAയുടെ സ്പെഷ്യലൈസേഷനാണ്. ഐ ഡോണ്ട് നോ ഹൗ ഗുഡ് യു ആർ ഇൻ മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് ഇല്ലെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഡാറ്റ അനാലിസിസ് ആണ്, ബിഗ് ഡാറ്റയാണ്. സോ they won't ask you whether you have a basic mathematics or not. പക്ഷേ MS in data analysis or supply chain management ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ you are a higher grade. ഈ സ്പോർട്സിൽ MBA ചെയ്തു പോയതുകൊണ്ട്, സ്പോർട്സ് ആയതുകൊണ്ട് അത് ചെയ്യണമെന്നില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. ബിക്കോസ് യു ഷുഡ് ലുക്ക് അറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആഫ്റ്റർ ദാറ്റ്. വിച്ച് ഡിപ്പാർട്ട്മെന്റ് വിൽ അപ്പോയിന്റ് യു, അത് ചോദിക്കണ്ടേ, അത് അറിയണമല്ലോ. Good that your mother came, reached out to me, and I'm so happy. അമ്മയുണ്ടോ അവിടെ? അമ്മണ്ട്. ഞാൻ ശബ്ദം കേട്ടോളൂ ചോദിച്ചു. ആരൊക്കെ ഉണ്ട് മോളെ വീട്ടിൽ പറയാൻ? എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, ബ്രദർ ഇപ്പം ഡൽഹിയിലാണ്. ആള് ഡിസൈനറാണ് അവിടെ. എന്തിലാ വർക്ക് ചെയ്യുന്നത്? TBWA ഒരു അഡ്വർടൈസിങ് ഏജൻസിയാണ്. ഓക്കെ. ബ്രാൻഡിങ് ആണ്? ബ്രാൻഡ്. സർ എനിക്കിപ്പോഴും കൺഫ്യൂഷനാ, എന്താണ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എഴുതണം മോള്. സി, കൺഫ്യൂഷൻ, keep on thinking will never solve problems. Draw a graph 2025, 27, 29 ഓരോ വർഷവും where are you going to reach. ഓപ്ഷൻ A എടുത്താൽ ഇന്നടുത്ത്, ഓപ്ഷൻ B, ഓപ്ഷൻ C ഇന്നടുത്ത്. Write it down very specifically and put it in front of you. Analyze for few days. Okay. ഞാനൊക്കെ PhD ചെയ്തത് not because I am passionate about PhD and mathematics. നമ്മൾ മാത്തമാറ്റിക്സ് കഴിഞ്ഞു, പിന്നെ ദർ ആർ നോ ജോബ് ഓപ്ഷൻസ്. ദെൻ ഐ ഗോട്ട് എ ഫെലോഷിപ്പ്. ഞാനും UGC നെറ്റൊന്നും എഴുതിയിട്ട് കിട്ടിയതല്ല പോകും. സോ ഐ വെൻറ്റ് ടു യൂണിവേഴ്സിറ്റി, ഡിഡ് എ PhD. എത്ര സ്ഥലത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അറിയോ അത് കഴിഞ്ഞിട്ട് ജോലി കിട്ടാൻ. ലക്കിലി ഗോട്ട് ഇൻ ടു സ്പേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ മാത്തമാറ്റിക്സ് പഠിക്കുന്ന സമയത്ത് മൈ പാഷൻ വാസ് ഡൂയിങ് സിവിൽ സർവീസ്. പക്ഷെ അന്ന് ആദ്യത്തെ ഇൻറ്റേർണൽ എക്സാം ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു തറോലി ഫെയിൽഡ്. അപ്പോൾ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് വിളിച്ചിട്ടുണ്ട്, ഐദർ IAS ഓർ MSc. യു വാണ്ട് ടു ഡു IAS, ക്വിറ്റ് എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞപ്പോൾ ഓക്കെ ഫൈൻ, ഐ വിൽ ലീവ് മൈ സിവിൽ സർവീസ് എന്നിട്ട് അന്ന് മാത്തമാറ്റിക്സ് പഠിച്ചു തുടങ്ങിയതാണ്. ബട്ട് ദെൻ ലേറ്റർ ദാറ്റ് പാഷൻ വാസ് ഇൻസൈഡ്. ഇന്നും ഞാൻ സിവിൽ സർവീസ് ഡോക്ടർ TPS, ഐ റോട്ട് ദം 3-4 ബുക്സ്. കുറേ കുട്ടികൾ എൻ്റെ അടുത്ത് വരും. ഈ താമസിക്കുന്ന വീട്ടിലൊക്കെ കുറേ കുട്ടികൾ വന്ന് സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഐ ഗോട്ട് എ ഹ്യൂജ് ലൈബ്രറി വിത്ത് ഫുൾ ഓഫ് ബുക്സ്. ഡെഡിക്കേറ്റഡ് ആയിട്ട് താമസിച്ച് പഠിക്കുകയാണെങ്കിൽ ഐ ഗോട്ട് എവറിഥിങ്. സോ ആ ഡെഡിക്കേഷൻ ഉണ്ടാവണം. PhD ആകുമ്പോഴും സാധാരണ ഗൈഡുകളിന് സന്തോഷം കുറവായിരിക്കണം. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വിട്ടിട്ട് പോവാം. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന, ഞാൻ ഒരാളെ ഗൈഡ് ചെയ്യാൻ വിചാരിക്കുക, ഐ ആം സ്പെൻഡിങ് ലോട്ട് ഓഫ് ടൈം വിത്ത് യു ആൻഡ് ദെൻ യു ലീവ് ഇൻ ദ മിഡിൽ. ഫിനിഷ്ഡ്, നോ, മൈ എഫേർട്ട് ഈസ് ഗോൺ. സിവിൽ സർവീസിലും അതുപോലെയാണ്. ഗൈഡഡ് ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷേ മിക്കവാറും ആൾക്കാരും ഇടയിൽ പോവും, ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും പോയി ചേരും. ബിക്കോസ് ഐ വാസ് നോട്ട് റണ്ണിങ് കമേഴ്ഷ്യലി, നോ, അക്കാഡമിക്സ്. മൈ ഇൻട്രസ്റ്റ് ഈസ് അക്കാഡമിക്സ്. അതുകൊണ്ട് think that okay, after 5 years when I make a resume, what are the things which I can write in me. അതുകൊണ്ടാണ് പറഞ്ഞത് keep doing courses so you will never feel upset. So I am a mathematician, PhD, then I did my LLB, I did my MBA, I did my MS in psychotherapy, I did MA philosophy half, started learning. I am an academician, so basically my interest is that. ഈ PhDക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മളെ സബ്ജക്ട് നോളജ് കുറയും.
ഓൾറെഡി PhD ചെയ്തൊരു മാം പറയുന്നതായിട്ടാണ്. സാധാരണഗതിയിലെ അണ്ടർസ്റ്റാൻഡ് PhD എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്സിൽ ഞാൻ സാധാരണ പറയാറുള്ളത് നോയിങ് മോർ ആൻഡ് മോർ അബൌട്ട് ലെസ് ആൻഡ് ലെസ് എന്നാണ്. ഒരു ചെറിയൊരു ബ്രാഞ്ചിനെ കുറിച്ച് മാത്രം നമ്മൾ പഠിക്കല്ലേ. അപ്പോൾ ഇപ്പോൾ MBAയിൽ നിങ്ങൾക്ക് ഫിനാൻസ് അറിയാം, മാർക്കറ്റിംഗ് അറിയാം, HR അറിയാം, മേ ബി അഡ്വർടൈസ്മെൻറ്റും സംഭവങ്ങളൊക്കെ പഠിക്കണ്ടാവും, കോൺട്രാക്റ്റും ലോയും ഒക്കെ പഠിക്കുന്നുണ്ട് കുറേശ്ശെ. പക്ഷേ PhD ചെയ്യുന്ന സമയത്ത് ഓർ ഈവൻ ഐ ഡു എ പ്രോജക്റ്റ് ഐ ഹാവ് ഡൺ ഓൺലി ഓൺ നോളജ് മാനേജ്മെൻറ്റ് HR ആണെങ്കിൽ മൈ കോൺസെൻട്രേഷൻ ടുവേർഡ്സ് അക്കൗണ്ടൻസി ആൻഡ് ഓൾ ഇസ് ഗോൺ റൈറ്റ്. അപ്പോൾ PhD ചെയ്യുന്ന സമയത്ത് യു ആർ ഗെറ്റിംഗ് ഇൻ ടു വൺ സബ്ജക്ട് ഫോർ 3-4 years. Rest of the subjects becomes away from you. That's very natural. ഓക്കെ, പക്ഷെ അതുകൊണ്ട് അത് ചെയ്യാണ്ടിരിക്കണം എന്നല്ലല്ലോ പറയുന്നത്. അങ്ങനെ ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും വെച്ചാൽ യു ലൂസ്. ഹയർ എഡ്യൂക്കേഷൻ എപ്പോഴും അങ്ങനെയല്ലേ. 10ാം ക്ലാസ് വരെ സോഷ്യൽ സയൻസും ബയോളജിയും ഹിസ്റ്ററിയും മാത്സും ഒക്കെ പഠിച്ചാൽ 12ാം ക്ലാസ് എടുത്ത് ഹ്യൂമാനിറ്റീസ് പഠിച്ചാൽ ബയോളജിയും മാത്സും ഫിസിക്സും കെമിസ്ട്രി ഒക്കെ വിട്ടില്ലേ. അത് കഴിഞ്ഞിട്ട് MSc മാത്തമാറ്റിക്സിന് പോകുമ്പോൾ അതിന് മുമ്പ് പഠിച്ച കെമിസ്ട്രിയും ഫിസിക്സും വിട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ദാറ്റ്സ് ഓൾവേസ് പാർട്ട് ഓഫ് ഇറ്റ്. That's how you become specialist, right? You are becoming an expert. You are expert in the subject and become expert after that. അതിൽ മാഡ് ആവണം. അതാണ് പെർട്ട് എന്ന് പറഞ്ഞാൽ മാഡ് എന്നർത്ഥം. സോ ഐ എം എക്സ്പെർട്ട് ഇൻ ദാറ്റ് സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അത് ദാറ്റ്സ് നാച്ചുറൽ. അത് അവർക്ക് PhD ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ദേ ഫോർഗോൺ. നമ്മൾ PhD ചെയ്യുന്ന സമയത്ത് മൈ സബ്ജക്റ്റ് ഈസ് മാത്തമാറ്റിക്സ്. പക്ഷേ യു ഗീവ് മി എനി സബ്ജക്റ്റ് ഐ വിൽ നോ ഹൗ ടു ഗൈഡ് പീപ്പിൾ. കാരണം നമ്മൾ ഒരു വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ഓടിക്കാനല്ല പഠിക്കുന്നത്, ഏത് വണ്ടി ഓടിക്കാനുള്ളൊരു പ്രാക്ടീസ് അല്ലേ നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പം അങ്ങനെ ഏതെങ്കിലും ടീച്ചർ പറഞ്ഞാൽ അത് മണ്ടത്തരാന്നർത്ഥം. ഷീ വാസ് നോട്ട് സക്സസ്ഫുൾ ആസ് ബീങ് എ ടീച്ചർ ഓർ എ ഗൈഡ്. ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മൾ PhDക്ക് ചെയ്ത അതേ സബ്ജക്റ്റ് അല്ലല്ലോ ഞാൻ എൻ്റെ സ്റ്റുഡൻസിന് PhD കൊടുക്കുക. ഐ ടേക്ക് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആൻഡ് ഡിഫറെൻറ്റ് ടോപ്പിക്സ് ആൻഡ് സ്റ്റാർട്ട് ഗൈഡിങ് പീപ്പിൾ. അപ്പോൾ ആ ട്രിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ഹൗ ടു അപ്രോച്ച് എ പ്രോബ്ലം, ഹൗ ടു സോൾവ് എ പ്രോബ്ലം, ഹൗ ടു പ്രസൻറ്റ് ഇറ്റ് വെൽ. അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡിഗ്രി ഡോക്ടർ ഓഫ് ഫിലോസഫി അല്ലേ. ദാറ്റ് മീൻസ് ഹൗ ആർ യു ഗോയിങ് ടു ജസ്റ്റിഫൈ വാട്ട് യു ഫൗണ്ട് ആൻഡ് അതേഴ്സ് ഹു റീഡ് ദാറ്റ് വിൽ റിയലൈസ് ഇറ്റ് ഇൻ ദ വേ ദേ ഹാവ് ടു സപ്പോസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ദാറ്റ് മീൻസ് ഐ ഹാവ് ദ എബിലിറ്റി ടു റൈറ്റ് ഇറ്റ് വെൽ. ആ കോംപ്രഹെൻഷൻ എബിലിറ്റി എനിക്കുണ്ടെന്ന് അർത്ഥം. ഒരു പ്രോബ്ലം കാണാനും അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അത് എഴുതി കൊടുക്കാനും അത് വായിച്ചാൽ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ കൺവിൻസിംഗ് ആയിട്ട് എഴുതാനും പറ്റുന്നൊരു കഴിവിനെയാണ്. ഐ എം എ ഫിലോസഫി പ്രൊഫസർ പ്രോബബ്ലി മോർ ദൻ യു ക്യാൻ ലുക്ക് അറ്റ് മൈ ഫിലോസഫി ലെക്ചേഴ്സ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പലരും ധാരണ ഞാൻ ഫിലോസഫി പ്രൊഫസറാണ്. അണ്ടർസ്റ്റുഡ്. ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് കീപ് കോളിംഗ് മീ ഫോർ ലെക്ചേഴ്സ്. ഐ വാസ് വിത്ത് ICPR ലെക്ചേഴ്സ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫിലോസഫിക്കൽ റിസർച്ച്. കാരണം ആ എബിലിറ്റി ഉണ്ടെങ്കിൽ എനി സബ്ജക്ട് ബിക്കംസ് ഈക്വൽ. എന്തുകൊണ്ടാണ് PhD എടുത്ത പലർക്കും അത് പറ്റാത്തത്? അവർ ആ പ്രോബ്ലത്തിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ ദാറ്റ് ഇസ് അപ് ടു യു. യു ഹാവ് ടു നോ. ഞാൻ ഒരു ദിവസം എല്ലാ ദിവസവും കോളേജിൽ നിന്ന് ദേവഗിരി വീട്ടിൽ നിന്ന് ദേവഗിരി പോകുന്നു, ദേവഗിരി തിരിച്ചു വരുന്നു. അത് മാത്രം ചെയ്യുന്നവർക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഇല്ലാന്ന് പറയാൻ പറ്റും. ഐ നോ, ഗീവ് മി എ റോഡ്, ഐ നോ ഹൗ ടു ഡ്രൈവ് എന്ന് പറയാൻ പറ്റുന്ന ഒരു എബിലിറ്റിയിൽ നമ്മൾ മാറണ്ടേ. മെഡിക്കൽ കോളേജിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാലേ അങ്ങോട്ട് എത്തുള്ളൂ, അതുവഴിയേ പറ്റുള്ളൂ, ലെഫ്റ്റ് തിരിഞ്ഞാൽ എവിടെ എത്തും എനിക്ക് എന്താ അറിയില്ല എന്ന് പറയാൻ പറ്റും. നോ, ഐ മസ്റ്റ് ഡ്രൈവ് സം ടൈം. അതുകൊണ്ട് അതൊക്കെ മണ്ടത്തരം. ഡോണ്ട് ടേക്ക് ഇൻ ടു നമ്മൾ സാധാരണ നമ്മൾ റോഡിൽ നിന്നിട്ട് കാണുന്ന ആളോടൊക്കെ ഞാൻ PhD ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഗോ ടു ദ റിയൽ പേഴ്സൺ ടു ഗെറ്റ് എ സജഷൻ. നമുക്ക് പനി വന്ന ഡോക്ടറെ അടുത്ത് പോയിട്ടല്ലേ ചോദിക്കുക. അല്ലാണ്ട് പനി വന്ന എന്ത് മരുന്ന് മേടിക്കുന്ന ഫാർമസിയിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ ഫാർമസിക്കാരനും ഒന്നല്ലേ പറയാം. അത്തരം ഒരു കൺസൾട്ടേഷനും ചെയ്യരുതെന്നാണ് ഞാൻ പറയാം. നമ്മളെ ഈ ലോകം തന്നെ അങ്ങനെയാണ്. ദേ മിസ്ഗൈഡ് പീപ്പിൾ ദെൻ ഗൈഡിങ്. യു മസ്റ്റ് ഗെറ്റ് ഡെഡിക്കേറ്റഡ്, അണ്ടർസ്റ്റാൻഡ്, ഡിസൈഡ്. അതുകൊണ്ടല്ലേ ഫോണിലൊന്നും പടപെടാന്ന് പറഞ്ഞാൽ തീർക്കാത്തത്. സോ മെനി റിക്വസ്റ്റ് ആർ ദർ. ഐ വിൽ ഓൺലി ഷെഡ്യൂൾ ടോക്ക് ടു യു because I spend 10 minutes or 20 minutes that has to make a life change in your life. That's a life changing discussions ആവണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. That is why I am able to publish my discussions, right? അതുകൊണ്ടല്ലേ എന്നെ കാണാൻ വന്നത്. Say publish like this, no, what to study, where to study, how to study. You look at abroad Dr. TPS, you will see a lot of discussions. I'm also part of consultant
ഒരു അഡ്വൈസറി ബോർഡിലുണ്ട്. അമേരിക്കൻ 4-5 യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻസ് കൊടുക്കുന്നത്. It's not for any commercial activity, so that I know how it happens, so that I can guide my children. അതിനുവേണ്ടി ചെയ്യുന്നത്. സോ ഡിസൈഡ്, ആദ്യം ഒരു പാത്ത് വരയ്ക്കുക. കാരണം വൺസ് യു സ്റ്റാർട്ട് ട്രാവലിംഗ്, കമ്മിങ് ബാക്ക് ഈസ് ലിറ്റിൽ ഡേഞ്ചറസ്. It's not that getting a job as an MBA teacher is any time possible. Anybody can get it. അപ്പം ഞാൻ ലാസ്റ്റ് പഠിപ്പിച്ചതും ഒരു MBA ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഡ്യൂറിങ് കോവിഡ് ഐ വാസ് സിറ്റിംഗ് അറ്റ് ഹോം. ഐ വാസ് ടീച്ചിങ് KL യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്, KLH ഡോക്ടർ TPS നടിക്കുക അല്ലേ. അനലിറ്റിക്കൽ റീസണിങ്, ലോജിക്കൽ എബിലിറ്റി, മാത്തമാറ്റിക്കൽ എബിലിറ്റി, നിങ്ങളുടെ പേപ്പർ 1 ഫുൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ക്യാമ്പസ് ടു കോർപ്പറേറ്റ് എന്നാണ് പേപ്പറിൻ്റെ പേര്. ഹൗ ഡു എ കാൻഡിഡേറ്റ് ഗെറ്റ് എ ജോബ്? BBA, MBA, BTech, MTech എല്ലാവർക്കും ഒരേ പേപ്പറാണ് പഠിച്ചത്. കാരണം എല്ലാവർക്കും ജോലി കിട്ടണമല്ലോ. അപ്പോൾ ക്യാമ്പസിൽ നിന്ന് എങ്ങനെ കോർപ്പറേറ്റിലേക്ക് പോവാം, ദാറ്റ് വാസ് മൈ സബ്ജക്റ്റ്. അതിന് മുമ്പ് ഞാൻ BBA ഒക്കെ പഠിപ്പിച്ചത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. ഐ എം ഓൾസോ എ സൈക്കോതെറാപ്പിസ്റ്റ്. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് ഫോർ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻസ്. ലൈക്ക് ഓർഗനൈസേഷണൽ ബിഹേവിയർ. അതിൽ നിന്ന് കുറച്ചും കൂടി മുകളിൽ ഹൗ ഡു യു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ബിഹേവ് ഇൻ എ ഗ്രൂപ്പ് ആക്ടിവിറ്റി, ചേഞ്ച് ഏജൻ്റ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും, ഹൗ ഡു യു കോപ്പ് അപ്പ് വിത്ത്, ദാറ്റ്സ് വെരി വെരി എസെൻഷ്യൽ ഇൻ എ ഓർഗനൈസേഷൻ ടുഡേ. ഇന്നൊന്നും പലരും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അബ്രോഡ് ഇസ് ടു ലെസ്. ദേ ഡോണ്ട് വാണ്ട് ടു മച്ച് ഓഫ് സ്പെഷ്യലിസ്റ്റ്. ദേ വാണ്ട് ജനറലിസ്റ്റ് ഹു വിൽ വർക്ക് അണ്ടർ സംബഡി ഹു ക്യാൻ ആസ്ക് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. കാരണം പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ് ഇന്നത്തെ ഏറ്റവും വലിയ ടെർമിനോളജി. How much good questions, how many good questions I can ask, and Google will give you solutions for all these problems. പക്ഷെ ചോദ്യം നന്നാണ്. So my ability is how good I can ask questions. ആ എബിലിറ്റി ഇല്ലെങ്കിൽ gone. So next 2 weeks after that I am supposed to go to Cochin for a MBA കോളേജിൻ്റെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് പോകേണ്ടതാണ്. റീഷെഡ്യൂളിങ് ദ ഡേറ്റ്, ബട്ട് ദേ കോൾഡ് മീ ഫോർ എ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സിനോടൊക്കെ പറയാം, ഇറ്റ് ഈസ് നോട്ട് ദ സബ്ജക്റ്റ് നിങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം എവറിഥിങ് പീപ്പിൾ ക്യാൻ റീഡ് ആൻഡ് ലേൺ, റൈറ്റ്? സോ യു ഹാവ് ടു ബി എ ഗൈഡ് ഫോർ ചിൽഡ്രൻ ടു പ്രിപ്പയർ ക്വസ്റ്റ്യൻസ് വിച്ച് വിൽ ടേക്ക് ദം ഫ്രം ദാറ്റ് പൊസിഷൻ ടു എ ഹയർ ലെവൽ. ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട്. ഹൗ മെനി ക്വസ്റ്റ്യൻസ് യു ക്യാൻ മേക്ക് എവറി ഡേ, ദാറ്റ് മച്ച് ഈസ് യുവർ നോളജ്. ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ കഴിവുള്ള ആളാണ് PhD ക്ക് പോകുന്നത്. ദാറ്റ് ഈസ് യുവർ SOP, statement of purpose. Yeah, I have a lot of questions on this. Good enough? നമുക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. I can publish this, right? Yes. Good. Thank you so much. Thank you. You can come back to me and then communicate to me. Write and send it. I'll be otherwise also fine, but if you do it, I can support you on that. Okay. Okay. Okay, sir. Thank you.